ഹൈ ഫ്രണ്ട്സ്, ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത്രയധികം അങ്കമാലി രൂപതയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, മറ്റ് വിഷയങ്ങളിൽ അതിലേക്കൊക്കെ പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഒരു സുവിശേഷ വേലക്കാരനാണ്. കേരളത്തിൽ അങ്ങോളം അങ്ങോളം ആയിരക്കണക്കിന് വേദികളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഞാൻ ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഏതെങ്കിലും ഒരു മേഖലകളിലേക്ക് പോകാറുള്ളൂ. അങ്ങനെ അടുത്ത കാലത്തൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാം വാക്യം മുതലുള്ള വചനങ്ങൾ. എവിടെ എങ്ങോട്ട് ഇറങ്ങി തെച്ച് കഴിഞ്ഞാലും അത് തന്നെയാണ്. ഞാനത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ മക്കതോനിയയിലേക്ക് പോയപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ എഫേസസിൽ താമസിക്കുക, വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണത്. ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന് കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് ഉപരിയുള്ളൂ. അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ചില ആളുകൾ ഇതിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. ഈ വചനമാണ് എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന വചനമാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ധ്യാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന് ഒരു വെളിപാടുണ്ടായി. ഇപ്പോൾ അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വചനം നിനക്ക് ഞാൻ തരുന്നത് എന്ന് പറയുന്നുണ്ടായി. എനിക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് മൂലമാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ, പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിൻ്റെ യൂട്യൂബ് ചാനലിനോട് നീ ഇതിനെതിരെ പ്രതികരിക്കണമെന്നൊരു വെളിപാട് എനിക്കുണ്ടായി. അങ്ങനെയാണ് എറണാകുളം അങ്കമാലി രൂപതയിലേക്ക് ഒരു ജോലി തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വരാനായിട്ട് കാരണമാകുന്നതും അങ്ങനെ ഈ പ്രശ്നങ്ങളിൽ ചില യൂട്യൂബിലൂടെ ചില വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും ഇടയായതുകൊണ്ടാണ്. സത്യത്തിൽ ഇതാണ് നമ്മുടെ ഇന്ന് അവസ്ഥ. നമ്മുടെ ഈ വളരെ കുറഞ്ഞ ഒരു ആളുകൾ മാത്രമേ ഉള്ളൂ, 1%-2% കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നക്കാരായിട്ടുള്ള, വൈദികരാണെങ്കിലും അല്ലെങ്കിൽ അൽമായരാണെങ്കിലും. പക്ഷെ അവർ ഇന്ന് ആധുനിക സങ്കേതങ്ങളുള്ളതുകൊണ്ട് അവരുടെ പുറകിൽ ഇലുമിനാറ്റികൾ എന്ന് പറയപ്പെടുന്ന സംഭവം പ്രവർത്തിക്കുന്നത് ഈ 1-2% ആൾക്കാർക്ക് മറ്റു പലരെയും സത്യത്തെ മൂടിവെക്കാനും മറ്റു പലരെയും സ്വാധീനിക്കുവാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം ഈ ഏതായാലും 1-2 വീഡിയോകൾ കൂടി ഞാൻ ചെയ്യും. ഈ അങ്കമാലി രൂപതയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയായിരിക്കും ഞാൻ പോകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ അതിനു മുമ്പായിട്ട് തന്നെ പരിഹരിക്കപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് പൂർണ്ണമായിട്ടും എല്ലാവരും വിനിയോഗിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു.